2020 തീർച്ചയായിട്ടും നമ്മുടെ ഈ 2020 ഇയറിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തി നിൽക്കുന്ന ദിസ് ടൈം എല്ലാ ലോമുകളുടെയും ഒരു വർഷത്തെ നീണ്ട പ്രയാണത്തിന്റെ റിസൾട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഇത്രയും പേർക്ക് വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നതിനൊപ്പം ഞാൻ മനസ്സിലാക്കുന്നു. ഈ വർഷം ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ലോമുകൾക്കും അല്ലെങ്കിൽ മെമ്പേഴ്സിനും ഈ വർഷത്തെ അവരുടെ പെർഫോമൻസിന്റെ മികവ് വെച്ചിട്ട് അവരെ വിലയിരുത്തുന്ന ഒരു വലിയ പ്രോസസ്സ് നാളെ നമ്മുടെ മുമ്പിൽ നടക്കാനുണ്ട്. അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമ്മളൊരു 30 minutes ഒരു സെഷൻ മാത്രമാണ്. എങ്ങനെയാണ് ഈ ജഡ്ജ്മെന്റ് പ്രോസസ് ബി ക്യാരിഡ് ഔട്ട് അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ ഒഫീഷ്യൽ ഫോർമാലിറ്റീസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം ഓൾ ഓഫ് യു, എസ്പെഷ്യലി എന്താ പറയാ, we are very much lucky to be here. Our executive officer from JCI India, JC Ankush Gupta ji. So heartily welcome to Zone 20 and Kerala once again. Okay, thank you very much for coming to this meeting. തീർച്ചയായിട്ടും ഈ തലേ ദിവസം തന്നെ ആക്ച്വലി നമ്മുടെ കൂടെ ഇന്നൊരു ചെറിയൊരു പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ട് കൂടി ആക്ച്വലി ബി ദ പാർട്ട് ഓഫ് us. You want to be the part of us today itself. So thank you very much and welcome sir. And ഇന്ന് നമ്മള് എങ്ങനെയാണ്, because as of now you all are something new with this online bidding and online award judging process. So definitely we have to learn something about that, how to judge in online. We all know how to judge in offline, but this year actually there's a very big change happening, that almost all the things actually is come to online. Our LOM also this time, our zone also this time 100% digi zone. Nowadays actually we can say our zone is 100% digi LOM, because all the MRMs, all the reporting formats, everything, even the connect that members profiles, everything is available in our pocket now. In a mobile application, everything available in our pocket, connected with all the things about the Zone 20 is available in your pocket, in your mobile. So this year actually we also having a great opportunity. We got a great opportunity to make our zone digital because of this corona pandemic. So for that actually this year the JC India also actually got so many opportunities to make our zone make our JCI India become digital, 100% digital. So the bidding process is now converted to digital. Now this judging process is also going to be digital. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളാണ് ഒരു വലിയ ഹാളിൽ നമ്മളിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രോസസ്, ഇത് നമ്മൾ ഇന്ന് ഈ വർഷം ആദ്യമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലിരുന്ന് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ സെഷൻ വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും പഴയ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഫോർമാറ്റുകൾ അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. ബട്ട് പഴയ നമ്മുടെ ഫോർമാറ്റിലേക്കാളും വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ നാളത്തെ നമ്മുടെ ഈ ബിഡിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ ഒരു ഫിസിക്കൽ ഫോർമാറ്റിൽ നമ്മൾ കുറേ അധികം ജഡ്ജ്മെന്റ് ഷീറ്റ്സ് അല്ലെങ്കിൽ ബിഡ് എല്ലാം പ്രിന്റഡ് ഹാർഡ് കോപ്പീസ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ MRF സോഫ്റ്റ് കോപ്പി ആയിട്ടുണ്ടായിരുന്നു, എന്നാലും ജഡ്ജ്മെന്റ് ഷീറ്റ്സ് എല്ലാം ഹാർഡ് കോപ്പി ആയിരുന്നു. സോ നമ്മൾ മാർക്കെല്ലാം ഇട്ട് നമ്മൾ ഹെഡ് ടേബിൾ സബ്മിറ്റ് ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് ഇറ്റ്സ് എ ലെന്തി ബിഗ് പ്രോസസ് ആക്ച്വലി. Now these all things are changed to digital form. So for the judges it will be very easy, and for the head table it will be very easy to compile all the results. So how this particular process will going on, അതാണ് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ എല്ലാവർക്കും ഞാനൊരു വെൽക്കം മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയ എല്ലാവരും എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ജഡ്ജസ് ആയിട്ട് സെലക്ടഡ് ആയിട്ടുള്ള എല്ലാവർക്കും മെയിൽ കിട്ടിയിട്ടുണ്ടാവും. ആ മെയിലാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന മെയിൽ അഡ്രസ്സ്. ആ മെയിലിലേക്കായിരിക്കും ഇനി ഫർദർ അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വരിക. എൻ്റെ മെയിലിൽ നിന്നായിരിക്കത്തില്ല കമ്മ്യൂണിക്കേഷൻസ് വരിക, ബിക്കോസ് ഞാൻ ചെയർമാൻ എന്ന പോസ്റ്റ് നമ്പർ ഉണ്ടെങ്കിലും ഒരു കാൻഡിഡേറ്റ് എന്ന് കൂടി ആയതുകൊണ്ട് തന്നെ ഹെഡ് ടേബിളിൽ അതിൻ്റെ പൂർണ്ണ ഇൻചാർജ് നമുക്കുള്ളത്
ഹെഡ് ടേബിളിൽ 3 പേരാണുള്ളത്. ഒന്ന് നമ്മുടെ താജസ് ഡോക്ടർ, പിന്നെ റജി പി മാത്യു ആൻഡ് അരുൺ ജോസ്. 3 പേരാണ് നമുക്ക് ഹെഡ് ടേബിൾ ഉള്ളത്. അതിൽ തന്നെ ചീഫായിട്ട് വർക്ക് ചെയ്യുന്നത് ഡോക്ടർ താജസ് ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മെയിലിൽ നിന്നായിരിക്കും നമുക്ക് ഇനി ഫർദർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാവർക്കും വരിക. അദ്ദേഹത്തിന്റെ മെയിലിൽ നിന്നായിരിക്കും നമുക്ക് നോക്കേണ്ട ബിഡും അതുപോലെ തന്നെ നമ്മുടെ MRFന്റെ കോപ്പീസ് എവറിത്തിങ് വിൽ ഗെറ്റ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ മെയിൽ ഉള്ളി. വെൽക്കം നോട്ട് മാത്രമാണ് എൻ്റെ മെയിലിൽ നിന്ന് വന്നത്. സോ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് തന്നെ നമ്മൾ MRF എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. MRF നാഷണലിൽ നിന്ന് വന്ന സമയത്ത് തന്നെ MRF എല്ലാവർക്കും നമ്മൾ ഇന്ന് എത്തിക്കും. അത് കഴിയുമെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ സൂക്ഷിച്ചാൽ നമുക്ക് എളുപ്പമുണ്ടാവും. നാളെ 9 മണിക്കാണ് സ്റ്റാർട്ടിങ്. ദെൻ ആഫ്റ്റർ ദാറ്റ് 9:30 ഇനാഗുറൽ കഴിഞ്ഞിട്ട് ഒരു 10:15 ഇൻ ബിറ്റ്വീൻ ഇനാഗുറൽ ഫംഗ്ഷൻ വിൽ ബി. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രീഫിംഗ് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ടാവും നമുക്ക് ബിഡുകൾ ഓരോ ജഡ്ജസിനും നമ്മൾ അയച്ചു തരുന്നത്. നമ്മൾ മെയിൽ ചെക്ക് ആ സമയത്ത് നമ്മൾ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ മെയിലിൽ നമുക്ക് ബിഡ് വന്നിട്ടുണ്ടാവും. ബിഡ് വരുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, PDF ഫോർമാറ്റിലായിരിക്കും ബിഡ് വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ JCI മെമ്പർ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് JCI മെമ്പർ എന്ന് പറയുന്ന ഒരു അവാർഡിന്റെ ബിഡാണ് ഒരു പർട്ടിക്കുലർ ജഡ്ജിന് 3 ജഡ്ജസ് ആണ് ഉള്ളത് ഒരു പർട്ടിക്കുലർ ബിഡിന് ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ പർട്ടിക്കുലർ ബിഡ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ജഡ്ജിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെയിലിലേക്ക് ഈ JCI മെമ്പർ എന്ന് പറയുന്ന ആ ബിഡ് മേ ബി 10 ലോൺ ബിഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 12 ലോൺ ബിഡ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ 20 ലോൺ ബിഡ് ചെയ്തിട്ടുണ്ടാവും. അവർ ഒറ്റ അവാർഡിന് തന്നെ എൻ്റർ ബിഡ് ആ 20 ബിഡ് ഒരുമിച്ച് നമ്മൾ ആ മെയിലിലേക്ക് അയച്ചു തരും. സോ ആ ഒരു പർട്ടിക്കുലർ അവാർഡിന്റെ കംപ്ലീറ്റ് ബിഡും ആ മെയിലിലേക്ക് അയച്ചു തരും. അതിന്റെ കൂടെ ഒരു എക്സൽ ഷീറ്റും ഉണ്ടാവും. അതിന്റെ ഇവാലുവേഷൻ നടത്തിയ ശേഷം ജഡ്ജിങ് മാർക്കുകൾ സ്കോർ എഴുതാനായിട്ടുള്ള ഒരു സ്കോർ ഷീറ്റും അതിനൊപ്പം തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ അയച്ചു തരാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ അവാർഡ് ആണെങ്കിൽ ആ അവാർഡിന്റെ ദ ഹോൾ ബിഡ് പ്ലസ് എ ജഡ്ജിങ് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ ഷീറ്റ് കൂടെയാണ് നമ്മൾ അയച്ചു തരാം. സോ ജഡ്ജസ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബിഡ് എടുക്കുക, അത് PDF ഫോർമാറ്റിലായിരിക്കും, ഓപ്പൺ ചെയ്യുക കമ്പ്യൂട്ടറിൽ. അതിൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ എക്സൽ ഫയലും ഓപ്പൺ ചെയ്ത് വെക്കാം. ക്രൈറ്റീരിയസ് നമുക്കറിയാം വിന്നേഴ്സ് മാനുവലിൽ ഓരോ ഇവന്റിന്റെയും. ആ ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്ക് നമ്മുടെ ജഡ്ജിങ് ഷീറ്റിലേക്ക് സ്കോർ ഷീറ്റിലേക്ക് നമ്മൾ രേഖപ്പെടുത്തുക. അത്രയും മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ. ആ സ്കോർ ഷീറ്റ് എങ്ങനെയാണ് എന്നൊന്ന് പരിചയപ്പെടുത്താം. ഈ ജഡ്ജ് അല്ലെങ്കിൽ നമ്മുടെ ബിഡ് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്താനുള്ള സ്കോപ്പ് ഇപ്പോഴില്ല. അതുകൊണ്ട് ജഡ്ജ്മെന്റ് ഷീറ്റ് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് മാത്രം ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഒരു ജഡ്ജിങ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു ജഡ്ജി ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി റിട്ടൺ ആണ്, എഴുതിയിട്ടുണ്ടാവും. ദിസ് ഗ്രൂപ്പ് 1 ഔട്ട്സ്റ്റാൻഡിങ് JCI മെമ്പർ ഓഫ് ദ സോൺ. ഇതാണ് ആ പർട്ടിക്കുലർ അവാർഡിന്റെ സ്കോർ ഷീറ്റ് ആണ്. ഇതിൽ ജഡ്ജസ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പർട്ടിക്കുലർ അവാർഡിന്റെ ബിഡ് എത്ര ലോൺ ബിഡ് ചെയ്തിട്ടുണ്ടോ, മേ ബി ഫോർ എക്സാമ്പിൾ ഒരു 5 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20 ലോൺസ് ഉണ്ടെങ്കിൽ 20 ബിഡ്സ് 20 PDF ഫയൽസ് നമ്മൾ അയച്ചു തരും. ഈ ഒരു ജഡ്ജിന് അയച്ചു തരും. അതിന്റെ കൂടെ ഈ ഷീറ്റും ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ആ ഫയൽ ഓപ്പൺ ചെയ്യാം. ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫയലിൽ നിന്നാണ് ബാക്കി ഇൻഫോർമേഷൻസ് ജഡ്ജസിന് കിട്ടുക. ഓക്കെ, ആ ഫയൽ കാരണം നമ്മൾ ബിഡിനകത്ത് ആണല്ലോ ഏത് ചാപ്റ്ററിന്റെ ബിഡാണ്, ബാക്കി ഇൻഫർമേഷൻസ് എല്ലാം ആ ബിഡിൽ തന്നെ ഉണ്ട്. സോ ആ PDF ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഏത് കാറ്റഗറിയിലാണ് ബിഡ് ചെയ്തേക്കണേ. ഈ ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന നമ്പർ ആ ബിഡിൽ കാണാൻ പറ്റും. ഔട്ട്സ്റ്റാൻഡിങ് JCI മെമ്പറിന്റെ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഏത് ലോമാണ് ഈ ബിഡ് കാണാൻ പറ്റും. നോമിനി, നെയിം ഓഫ് ദ നോമിനി കൃത്യമായിട്ട് അവിടെ നെയിം ഓഫ് ദ നോമിനി എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ബിഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ ബിഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ ഓഫ്ലൈനിൽ വരുന്ന ബിഡ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ PDF ഫയലിൽ കാണാൻ പറ്റും. അത് നോക്കിയ ശേഷം അതിൽ ആദ്യം ചെയ്യേണ്ടത് നെയിം ഓഫ് ദ ലോൺ. അപ്പോൾ ഈ സെയിം ഔട്ട്സ്റ്റാൻഡിങ് JCI മെമ്പർ ഓഫ് ദ സോണിന് മേ ബി 20 ബിഡ്സ് ഉണ്ടെങ്കിൽ
അതിൽ ഫസ്റ്റ് നമ്മളെടുത്ത് ഓപ്പൺ ചെയ്ത ബിഡ് അല്ലെങ്കിൽ ഫയല്, PDF ഫയൽ എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററിന്റെ ആണ്. ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ലോമിന്റെ പേര് XYZ എന്ന് പറഞ്ഞ ലോം ആണെങ്കിൽ അവിടെ നമ്മൾ ആദ്യമേ JCI XYZ അതങ്ങ് ടൈപ്പ് ചെയ്യുക. ദെൻ അതിന്റെ നോമിനിയുടെ നെയിം ഓഫ് ദ നോമിനിയുടെ പേരും ഈ പറയുന്ന ബിഡിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ അവിടെ നോക്കി അത് ഇവിടെ ABC ഓക്കെ ടൈപ്പ് ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ അവാർഡിന്റെ ക്രൈറ്റീരിയാസ് നമ്മൾ വിന്നേഴ്സ് മാനുവലിൽ നിന്നാണ് നമ്മൾ ക്രൈറ്റീരിയ കണ്ടുപിടിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് വിന്നേഴ്സ് മാനുവലിൽ ഫർദർ റെഫറൻസിനായിട്ട് നമ്മൾ അയച്ചു തന്നിട്ടുണ്ടാവും. എങ്കിലും ആ വിന്നേഴ്സ് മാനുവലിൽ കിടക്കുന്ന ക്രൈറ്റീരിയ എല്ലാം നമ്മുടെ ഈ മുകളിൽ കോളത്തിൽ അവൈലബിൾ ആണ്. ഈ പർട്ടിക്കുലർ ഔട്ട്സ്റ്റാൻഡിംഗ് JC മെമ്പർ ഓഫ് ദി സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പർട്ടിക്കുലർ ഇതിന്റെ വിന്നേഴ്സ് മാനുവലിൽ കിടക്കുന്ന എല്ലാ ക്രൈറ്റീരിയയും മോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇമ്പാക്ട് ഓൺ ലോക്കൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻസ് അതിന് 40 മാർക്സ് ആണ്, താഴെയുള്ള മാർക്കാണ്. പാർട്ടിസിപ്പേഷൻ ഇൻ JC ഇവന്റ്സ് അതിന് 20 മാർക്സ് ആണ്. കമ്മ്യൂണിറ്റി ഇമ്പാക്ട് അതിന് 20. അപ്പൊ ഇങ്ങനെ ഉള്ള കണ്ടീഷൻസ് വിന്നേഴ്സ് മാനുവലിൽ നിന്നാണ് നോർമലി കിട്ടുന്നത്. എങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തന്നെ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇമ്പാക്ട് ഓൺ ലോക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ബിഡ് മൊത്തം വായിച്ചു നോക്കിയ ശേഷം ഇമ്പാക്ട് ഓൺ ലോക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ക്രൈറ്റീരിയക്ക് 40 മാർക്കിൽ എത്ര മാർക്ക് കൊടുക്കാം എന്ന് മാത്രം നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 35 ഓർ സംതിങ് അത് കൊടുക്കുക. പാർട്ടിസിപ്പേഷൻ ഇൻ JCI ഇവന്റ്സ് അതിൽ 20 എത്ര കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ആ മാർക്ക് കൊടുക്കുക. ദെൻ അടുത്തതിന് അതുപോലെ ഓരോ കോളും നമ്മൾ ജസ്റ്റ് ഫിൽ ദ കോളം, അത്രയേ ഉള്ളൂ. ഓക്കെ ഫിൽ ചെയ്യുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ കോളംസ് ഫിൽ ചെയ്ത ശേഷം അപ്പോൾ ഒരു പർട്ടിക്കുലർ ബിഡ് നമ്മൾ കഴിയും. ഈ കോളം കംപ്ലീറ്റ് ഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ബിഡ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് സ്കോർ ഇതിനകത്തേക്ക് കിട്ടും. ഇത് അപ്പോൾ തന്നെ നമുക്കിത് അയച്ചു തരേണ്ട ആവശ്യമില്ല. നേരത്തെ അങ്ങനെയല്ല, ഓരോ ബിഡ് കഴിയുമ്പോഴും അതിന്റെ സ്കോർ ഷീറ്റ് ഹെഡ് ടേബിൾ എത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഒരെണ്ണം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഈ സെയിം കാറ്റഗറി ഔട്ട്സ്റ്റാൻഡിംഗ് JCI മെമ്പർ ഓഫ് ദ സോൺ അതിന്റെ രണ്ടാമത്തെ ബിഡ് നമ്മൾ ഓപ്പൺ ചെയ്യാം. സെക്കൻഡ് ബിഡ് നമ്മൾ ഓപ്പൺ ചെയ്യാം. രണ്ടാമത്തെ ഫയല് രണ്ടാമത്തെ ബിഡ് ഓപ്പൺ ചെയ്യാം. അത് വേറൊരു ലോമിന്റെ ആവാം. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ JCI ABC അടുത്ത ലോമിന്റെ പേരടിക്കുക. അതിന്റെ നോമിനിയുടെ പേര് നമ്മൾ അടിക്കുക. ദെൻ ഇതേപോലെ തന്നെ ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക. എത്ര ഫയൽ നമുക്ക് തന്നിട്ടുണ്ടോ അത്രയും ബിഡാണത്, അത്രയും ചാപ്റ്ററുകളിലെ ബിഡാണ്. അതെടുത്ത് നമ്മൾ ഓരോ ചാപ്റ്ററിന്റെ ഇതുപോലെ അടിച്ച് ഈ ഫയൽ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത ശേഷം ആ ബിഡിങ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം ഈ ഫയൽ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് ഈ ഫയല് നമ്മൾ തിരിച്ച് ഹെഡ് ടേബിളിന് അയച്ചു തരിക. അതായത് ഡോക്ടർ താജസിന്റെ മെയിലിലേക്ക്, അതായത് ഏത് മെയിലിൽ നിന്നാണോ നമുക്ക് ഇത് വന്നത് സെയിം മെയിലിലേക്ക് അത് റിപ്ലൈ ചെയ്യാം. ആ മെയിലിലേക്ക് മാത്രം റിപ്ലൈ ചെയ്യുക, വേറെ ഒരു മെയിലിലേക്ക് റിപ്ലൈ ചെയ്യരുത്. അതിൽ അത് തിരിച്ച് ഈ പറയുന്ന എക്സൽ ഫയൽ നമ്മൾ അയച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ പ്രോസസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ബിഡ് PDF ഫോർമാറ്റിൽ ഇമെയിലിൽ കിട്ടും. PDF ഫോർമാറ്റിൽ ഓരോ ചാപ്റ്ററിന്റെയും ഓരോ ഫയലായിട്ട് കിട്ടും. ഓപ്പൺ ചെയ്യുന്നു, ഇതും ഓപ്പൺ ചെയ്ത് ഒപ്പം വെക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, മാർക്ക് എഴുതുന്നു. ദെൻ അടുത്ത ബിഡ് എടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, മാർക്ക് ഇടുന്നു. അങ്ങനെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് JC മെമ്പേഴ്സിന്റെ എല്ലാ ബിഡും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് ഇട്ട ശേഷം ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. ഇത്രയാണ് പ്രോസസ്സ് ഉള്ളത് നോർമലി. ഇനി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഉപയോഗിക്കുന്ന എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് MRF ആണ്. MRF ഇന്ന് തന്നെ മെയിലിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അത് ഇന്ന് തന്നെ നമ്മൾ മെയിലിൽ ചിലപ്പോൾ 10 o'clock ആഫ്റ്റർ 10 o'clock ആയിരിക്കും വരിക. അത് ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ വെച്ചാൽ നമ്മൾ അതേ സമയത്ത് തന്നെ ഇപ്പോൾ XYZ എന്ന് പറയുന്ന ലോമിന്റെ നമ്മൾ ബിഡ് എടുക്കുമ്പോൾ ആ XYZ എന്ന് പറയുന്ന പർട്ടിക്കുലർ ലോമിന്റെ കംപ്ലീറ്റ് MRF കൂടെ നമുക്ക് അതിനകത്ത് നോക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ എൻ്റെ പ്രോസസ്സ് മുമ്പോട്ട് പോകുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് 9 o'clock തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ ഇതുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഡോക്ടറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. Good evening, friends. Hello, is it audible? Mute, no problem. Audible. Yes, Tajas. Yes. Respected EO Anguji, SRD Management, Srijit, and Zone President, and my dear friends. Good evening. Good evening. Yes, good evening. In that, first of all, this is going to be a big change for all of us. And as JC says, it is giving us more and more opportunities. So this is another opportunity to evaluate
in their own houses and doing great judging for this year. So let's all utilize it in a very good manner. എനിക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ ആഡ് ഓൺ ചെയ്യാനുള്ള ഒന്നും അധികം തന്നെ ഇല്ല. ഇറ്റ്സ് ആക്ച്വലി എ വെരി സിമ്പിൾ പ്രോസസ്. ദ ഓൺലി തിങ് ഈസ് we have to be committed little more, because there is no one to check over you, and the secrecy has to be keep it, and it should not be published. Other EO, he will be announcing it tomorrow. Second thing, in that varunada, see, we will be giving not only one category. Once you finish one category, we will be giving another category to you. So don't ever think that once we send you 10 files, that's not the end of it. We may give you another 5 or 7 more files, because we have got only 30 judges right now, and we have and we will be getting around 150-160 bids on an average. So around 450 checking has to be done. So around 12 bits has to be checked by one person. So that should be noted, and we will be sending it accordingly. Second thing, time on the manage here, like try to be in the net in the Zoom meeting by 9 o'clock itself. അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്, കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. By 9:30 EO will be starting the meeting and officially announce all the programs, and once EO announce that, we will be within no time, I hope within 10 to 15 minutes, we will be sending it to individual mails. Appo just check whether you have received the welcome mail by every person, or ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ just inform Srijit or myself, so that we will include under email ID of it. And the most probably we will be having another email only for this judging, because we will not be using my personal email for this, especially as on എന്തെങ്കിലും സോൺ 20 judging mail no എന്തെങ്കിലും ഒരു പേരിട്ടായിരിക്കും we will be starting the mail section. So send back the results to the same mail, and you can give me a call also once you finish, so that we can send you another set of mails. And nothing more. We will be finishing by, if everyone can start by 11 o'clock, we can finish by 2 to 3 o'clock. That's what we hoping for. And please check your connectivity along with your this thing today itself. Data എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് just cross check it. And ഇന്ന് തന്നെ രണ്ടാമത്തേത്, പ്ലീസ് ഓപ്പൺ ദ MRF. അതിലെ ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ഇറ്റ് once or twice, എല്ലാ ചാപ്റ്ററിൽ കൂടെ. അപ്പോൾ ദാറ്റ് വിൽ ബി ഈസി ഫോർ യുവർ കമ്മ്യൂണിക്കേഷൻ. അത് എല്ലാവർക്കും ഇന്ന് തന്നെ അയച്ചു തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഗീവ് us എ കോൾ. ഞങ്ങളുടെ 3 പേരുടെ നമ്പർ ഉണ്ടാവും, അല്ല 4 പേരുടെ, റെജിയുടെ നമ്പറോ അല്ലെങ്കിൽ ശ്രീജിത്ത് സാറിന്റെ നമ്പറോ അല്ലെങ്കിൽ മൈസെൽഫ് ഓ അരുണിന്റെ നമ്പറിൽ ഫോൺ ചെയ്യാം എന്ത് സംശയം ഉണ്ടെങ്കിലും. We will be happy to solve it as early as possible. And if you want, you can take up the number, അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിലിൽ തന്നെ once we send the mail, our numbers will be sent to that. Anything else? എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can ask for it. Over to Srijit. Thank you, Doctor. Thank you very much. And our executive officer from JCA India, Senator Ankush Guptaji is here. Sir, just give some enlightenment into this. Yeah, thank you so much, ZDM sir, Srijit ji. I'm really sorry for my bad voice. I have a little sore throat. But yes, somebody asked a question in the chat box. Can we judge our own LOMS bid? My dear friends, we are trying to watch that we are sending you the bids in which your own LOM is not there. We'll try for that. But by chance or by mistake, if you receive that bid, immediately you inform to JC Tajas ji,
so that he shifts that bid to someone else. You do not judge your own LOMS bid. That is for sure. So somebody asked this question. So that is where the commitment comes. If you get your own LOMS bid, you send it back to you, inform Mr. JC Tajas, and he will definitely shift the bid to some other judge. But definitely you should not be judging your own LOMS bid. Exactly. All other things are same as we do for the physical judgment of the bids. There also we do not judge our own LOMS bid. So that is the case, yes, and everything is very well. I could understand Shrijit was explaining everything. So that's wonderfully done. Still, if you have any questions, I would also be available and Tajas ji would be there. And yes, of course, Shrijit ji would not be there because he's the candidate. But me and Tajas, Sir, shall I ask you a question? yes, please. 2, Sir, 3, 1. you said that if it's our own LOM, we should send it back. But whether we should send it back, this specific LOM's report or everything together, we send it back. No, you should only send your own LOMS bid back. Then we'll get Okay. that evaluated by the third judge. Because Okay, if you send everything back, then it will be a little complicated. If there is 20, sir, if there is 20 bids are there, I should send only my LOM's report only. Yes. The rest of the things I can manage. Yes, rest I of can the evaluate. bids you judge, but it's only about one bid, so we'll just shift it to some other judge. Though we are trying that Okay, we do not okay. have this position, but still, you know, all the permutations and combinations, this thing still can happen. So if you receive your own LOMS bid, you just send back that only bid. Judge Okay, all. understood. Understood. Okay. One more doubt, sir. Yeah. Regarding this thing, because we will be judging from our home and offices. Mhm. So, do we need to be on the Zoom platform all the while you are judging? That I'll speak to ZP sir after this meeting. Maybe we can do this because it is really difficult to sit in front of Zoom also for 5 hours and then judging also doing on the computer. It is really difficult. What we can do is that is not sure, but I'll give the instructions tomorrow morning. But what I think is we can get the inaugural of the ward judging done. We can have the Zoom opened. You can be there logged in, but videos and all you can just switch off, but you have to be logged in, and maybe you can judge and then we'll reconvene at some time, the time when we'll put as the closing for the award judging, because definitely we'll be giving a time by which you have to submit the award judging. Yeah. It could not be going on for entire evening. Maybe as said by Tajas ji, maybe we will give a time of 2 p.m. or maybe 3 p.m., something like that. By that time, you should complete all the award judging. Yeah. So make sure that that happens. Yeah, sure. Yeah. Yes, Tajas. So, yeah, the phone will be open. Anyone can call me at any time, Yeah. so that any clarifications will be solved then and there Yeah. itself. Same for And 99% we my won't be phone. giving the same. Yeah, my phone You will won't also be be giving available. My phone will be on all the time. If you have any problem, or if Tajas ji's phone is unavailable, you can directly call me. No problem. Just do not hesitate for anything. But yeah, but we want that the award judging system goes in a very smooth way without any problems. ഇത് ready ആയില്ലേ? What judging at the Gmail. And we will be sending the bits from awardjudging@gmail.com. Yeah. So awardjudging@gmail.com. Don't worry, we will be doing it. So you can just open it and you can send it into that mail itself. So any other questions or any other queries that you may have? I think it's all, I think it is simpler than the physical award judging that we Yes, do. sir. Yes, sir. Because we can also have our lunch and still we can judge the things. But yes, I think it's very simple, and JC India has come up with a very good thing that all the PDFs will be there and then you can put the results in the Excel sheet. So it's really wonderful. So One more last thing, sir. Yeah. One more last. We will be getting the LOM activity profile, right, sir? Pictures will not be there, right? you know, as of also for the bids, you do not get the pictures because
See, when for the ZoneCon awards, there are no pictures in the bids. We usually ask for the files of the ZVPs and we cross check it. That's what we do No, usually. that I don't know, but MRFs will be there, so you can cross check with the MRFs. MRFs. Yeah, but bids Yeah. will only be in the text format as Yeah, usual. that's- The physical bids are also in the text format Yeah. only. But then you can cross check with the MRFs that the zone director management and Tajas ji will provide to all the judges. That will be there. Yes, Nibuji, MR will be there with the photos. Yeah, okay. That's fine. Yeah, so We have an app for that, sir. So that's why I was asking. So I All understood he those are said, uploaded in the app. I understood Malayalam. He said MRF with photographs. Yeah. ഷെഡ്യൂളുകാരന്റെ ഫോൺ Yes, yes. yeah. Yes. I'm muted. Thank you, sir. Thank you. Okay, Sir PG. Anything else, my dear friends? Let's just be punctual for everything. Let's not delay the things, because the whole ZoneCon, the flow will be made by the award judging thing. So once we set a thing that we are punctual for everything, the whole zone conference will be punctual. So that is my only request to you. Let's be punctual for the deadlines. Okay. So, thank you, sir. Thank you very much. എന്തെങ്കിലും മറ്റു queries ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay. Yeah, Kajas ji, can you call me after this meeting? I have to discuss 2-3 things with you. No problem, sir. Yeah, I'm just, free. yeah. After this meeting, you just call me. Okay. Yeah, sure. Yeah. Okay, fine. And Sriji sir, like ipo tanne just send that MRF and make sure that all the persons will open it, able to open it or not. Yeah. That we will do. We have to get a link from the NSQ also. The MRF from the NSQ, we have to get it. I think we didn't get it yet. Yeah, the thing is PDF എല്ലായിടത്തും ഓപ്പൺ ആക്കാൻ പറ്റണം. കാരണം അവിടെ സ്റ്റക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഡിലേ വരും. ചില എല്ലാ ലാപ്ടോപ്പിലും അത് ഈസി ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. Yeah, make sure that PDF reader is installed in every laptop and or in every that should be the PDF and the Excel file reader also. Excel file. Yeah. 2 things are necessary. അത് രണ്ടും വേണം എന്നുള്ള അതുകൊണ്ടാണ് ഇത് ക്രോസ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. Yes. Today Excel, everyone get that MRF. Just call back Srijit or any technical queries, anything, okay, no problem. Yes, call me at any time. I am available even in 1 o'clock also, no problem. Today. So just call me if any technical help is required. Definitely I can able to give that. Before we close down, I have one more point to do not send any evaluation sheets, any bids, anything to your zone director management, because he is the ZP candidate. Because sometimes we forget. Sometimes we can forget and we can send the tabulation sheets to Shrijit and we can forget things like that. So make sure that you do not send anything, any bids, any tabulation sheets, any results to Shrijit, because he's the candidate for zone president. Although he's managing everything, but we have to keep it a secret from him. Yes. Okay. Okay, sir. Thank you. Yeah. So I think everything is clear. Only 30 minutes to complete the meeting. So thank you very much for all the judges present over here. Thank you very much, and especially my sincere thanks to our own executive officer from JCA India, JCA Senator Ankush Gupta-ji, for coming this time in our Zoom platform in 2020 for enlightening us and give us more detailing about these same procedures. So because this is a new thing for all of us, so we need more helps and supports from your side also. So thank you very much. Thank you very much for joining us. And thank you very much, Dr. Tejas. Thank you. Arun, our Selfie is not available now, I think. Okay, he's on drive. So thank you, Selfie ji, and thank you. Yeah, yes, Arun. Thank you, Arun, and thank you all the participating in this meeting. And I will share this particular Zoom meeting link recording in our group. Those who are missed this particular session, they can able to
go through this link before the commencement of the judgment. Okay, and thank you very much. We are okay. Once again, thank you very much, and have a great day. Yeah. For tomorrow. Bye. Good night, all of All the you. best. See you tomorrow morning. Bye bye. Thank you. Bye. It's fine.